ഞാൻ വന്നോണ്ടിരിക്ക. അവന്മാരൊക്കെ ഒഴിവാക്കാൻ പെട്ട പാട്. നീ പറഞ്ഞ ഷർട്ട് കേട്ടോ. സുന്ദരി അവനോടും പിടിച്ചോണോട്ടാ. ഓടിയത് തന്നെ. എങ്ങോട്ടാ രണ്ടുപേരുടെ മോനെ? എങ്ങോട്ടാ ഒറ്റയ്ക്ക്? എങ്ങോട്ടാ? ഇവിടെ അടുത്ത് വരെ അടുക്കുമല്ലോ. ഇന്നാണല്ലോ അവള് നിന്നെ കാണാൻ വരുന്നത്. ആര്? നിന്റെ മൊഞ്ചത്തി. നീ വണ്ടിയിലോട്ട് കയറിക്കേ. ഇതെന്ത്? നോക്കൊന്നും വേണ്ട, അവര് വണ്ടിക്കുള്ളതാ. ഇതെന്താ ഇത്ര ആൾക്കാര്? ഞാൻ ഒറ്റയ്ക്ക് പോയ പോരെ? അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. നിന്റെ മൊഞ്ചത്തി കോളേജ് മൊത്തം ഫേമസ് ആണല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ട്. നീ പോയി വണ്ടി കയറിക്കേ. കയറിക്കേ. കേറാ. ഒരു പെണ്ണിനെ കാണാൻ എന്തൊക്കെ സഹിക്കണം. ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പണയണ്ട. കേറാ. അങ്ങോട്ട് നീ കയറാം. മനുഷ്യനെ പ്രേമിക്കാനും സമ്മതിക്കൂല. ഞാൻ കയറില്ല. ആ പെണ്ണു വന്ന് കാണും. പിടിച്ചിറക്കടാവനെ. ഡാടാ ഒന്ന് നിന്ന്. നീ ഇത് എങ്ങോട്ടാ? നീ ആദ്യം അവളെ വിളിക്കണ്ട, എന്നിട്ട് പോയാ മതി. അത് ശരിയാണല്ലോ. എവിടെയാട്ടോ കുട്ടി നിൽക്കുന്നത്? പാർക്കിന് മുന്നിൽ ഏതാണോ? എടാ അതാണോ? എവിടെ ഇത്? അളയാ കോൾ അടിച്ചെന്നാ തോന്നണം. എന്താ ദാ നിൽക്കുന്ന എന്റെ മൊഞ്ചത്തി. ഇവിടെ അവള് തന്നെയാണെന്ന് കൺഫേം ചെയ്യ്. ചോദിക്ക്. പാർക്കിന്റെ എവിടെയാട്ടാ നിൽക്കുന്ന? ഫ്രണ്ടിലോ? അല്ലേ, ഓപ്പോസിറ്റാ. ഫ്രൂട്ട്സ് ഇടാൻ മുന്നിലോ? മഞ്ഞ ചുരിദാറാട്ടോ എടുക്കണം. എന്താടാ ഫോണിങ് വന്നേ? ഹലോ. ഒന്നുമില്ല. അല്ല, കുട്ടി എവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞേ? നീല ചുരിദാറിട്ട് സ്കൂട്ടിയില് അല്ലേ? ഫോൺ കട്ട് ചെയ്തോളൂ കേട്ടോ. അളിയാ, സുന്ദരിക്ക് പണി കിട്ടി. എന്താ? ആ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ വെക്കണ തള്ള. ഒന്ന് നോക്കളിയാ, നിന്റെ മൊഞ്ചത്തി കുട്ടിയല്ലേ? ഒന്ന് നോക്കടാ, ഒന്ന് നോക്കടാ. ഹലോ, എന്റെ മൊഞ്ചത്തി, നീ എന്റെ കൽബാണ്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ നീ മാത്രമായിരിക്കും. ഇത് സത്യം സത്യം സത്യം. നിന്റെ ഇക്കാടി പറയണേ. പട്ടി. അതെ, സത്യത്തിൽ നിനക്ക് ഈ മൊഞ്ചത്തിയുടെ നമ്പർ എവിടെ നാളെയാ കിട്ടിയ? അവളെന്നെ ഇങ്ങോട്ട് വിളിച്ചാടാ. സത്യം, ഞാൻ അവളുടെ ശബ്ദത്തിൽ വീണു പോയതാണല്ലേ. എന്തൊരു സ്വീറ്റ് വോയിസ് ആയിരുന്നു തൈക്കളവിക്ക്. ഇവക്കൊക്കെ എന്നെ മാത്രമേ കിട്ടുള്ളൂടാളിയാ. നീ ഇങ്ങനെ ഒലിപ്പിച്ചോണ്ട് നടക്കാണ്ട് മോനായെ കണ്ടുപിടിക്കേ. മോനായി പറ, സുജ ചേച്ചി ഇപ്പൊ എങ്ങനാ? അതൊക്കെ പോട്ടെ, മോനായുടെ കയ്യിൽ ഇപ്പൊ ഒരു പെണ്ണിനെ കിട്ടിയ എന്ത് ചെയ്യും? അന്ന് ഞാൻ തനിക്കോണം കാണിക്കും. എന്നത് സുജ ചേച്ചിയുടെ അടുത്തൊന്ന് കാണിക്കേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. മോനായി കിട്ടിയ അപ്പഴേ ചാക്കിട്ടോണം. അതിലൊരു താമസം വിചാരിക്കരുത്. എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗം ഒന്നും ശരിയല്ല. അതിന് ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. പിന്നെ നിനക്കൊരു തള്ള പണി നിന്ന് കരുതി എല്ലാരും അങ്ങനെയാന്ന് പറയണം. നിന്റെ സ്വഭാവത്തിനുള്ള നിനക്ക് കിട്ടും. നിങ്ങൾ പറയുന്ന പോലെ സുജ ചേച്ചി എന്നോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. പിന്നെ എങ്ങനെ? അതൊക്കെ ശരിയാവും. ഒന്നോർത്ത് നോക്കിയേ, സുജ ചേച്ചി ഇങ്ങനെ കുളിച്ചൊരുങ്ങി സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട്. ആദ്യം ഒരു ഉമ്മ അങ്ങ് പിടിപ്പിച്ചേക്കാം, പിന്നെ എല്ലാം ഓക്കെ ആവും. എവിടെ? ചുണ്ടില്. അപ്പഴേ വീഴവര്. പിന്നെ എല്ലാം മോനയുടെ കയ്യിലല്ലേ. ഇതാണല്ലേ നീ പറഞ്ഞ മോൾ? നീ അവളെ വിളിച്ചു നോക്കിയേ. മോളെ, മോളോടെ ഇവനെന്താ കണ്ണി സൂക്ക? നീ എവിടെയാ? കൂളിംഗ് കൂളിംഗ്. ഞാനിവിടെ കൂളിംഗ് ഗ്ലാസ് അല്ലേ? വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വാ. ഓക്കെ, കം ഓൺ ബ്രോ. മോനായി ഉണ്ടല്ലോ കൂടെ. അറിഞ്ഞോ, മോനായി എന്ന് പ്രിൻസ് പൊക്കി. എന്നിട്ട് പ്രിൻസി അവസാനം എന്റെ ശിഷ്യയായി. ഇതാണ് ഞാൻ പറയാറുള്ള സെലീന. ഓ, ഇത് മാത്യൂസ്, ഞങ്ങളുടെ സ്വന്തം മാത്തൻ. അതെ, മാത്യു. അത് ഫൈസി, അന്ന് ഞാൻ പറഞ്ഞ ആള്. അതെന്താ എന്നെ കുറിച്ച് മാത്രം പ്രത്യേകിച്ച് എന്ത് പറയാൻ, ഇത് ഫൈസി ആണെന്ന് പറഞ്ഞതാണേ. അപ്പൊ നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ പോരാ. വാടി സുന്ദരി. ഫൈസി ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ.
ഇപ്പോഴും സുന്ദരിമാരുടെ വിളികളൊക്കെ വരാറുണ്ടോ? അത് പിന്നെ ചുമ്മാ തമാശക്ക്. പ്രായത്തിൽ മൂത്ത സുന്ദരിമാരോടാണല്ലേ താല്പര്യം കൂടുതൽ. അയ്യ, അങ്ങനെയൊന്നുമില്ല. ആ, ശരി, കാണാം. പോ, 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 പോ. മോടെ കൂടെ. അയാൾക്ക് വിഷമമായോ? നീ പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചു. അപാര തൊലിക്കട്ടി അവന്. ഇതൊന്നും ഏക്കില്ലെന്നേ. നിങ്ങൾ വാ.